നമുക്ക് ഭയങ്കര ഇഷ്ടം ആരെങ്കിലും വന്ന് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയി പറഞ്ഞ എന്താ അറിവ്, എന്താ പാണ്ഡിത്യം, ഒന്നും മനസ്സിലായിണ്ടാവില്ല. എന്നാ അനുഭവമുള്ളവൻ അവന് ഭാഷയും ഉണ്ടാവില്ല, പറയാനും അറിയില്ല, ഒന്നുമില്ല. അവൻ വന്നിട്ട് നമ്മളെ നോക്കിയിരിക്കും. ആരാ ഗുരുവായൂരപ്പൻ? കരയാൻ തുടങ്ങും. അവനെ കാണുമ്പോ, അവന്റെ കണ്ണീര് കാണുമ്പോ, ആനന്ദം കാണുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തുറന്നങ്ങോട്ട് വരും. ഡാം തുറക്കണ മാതിരി അനുഭവം കിട്ടി, നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടി, നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റി. അതൊക്കെ ആയാൽ പോലും നിരന്തരാഭ്യാസമാണ്. അതുകൊണ്ടാണ് തിയറി മാത്രമേ അറിയുള്ളൂ ഭട്ടതിരിപ്പാടിന്. ഒന്നാമത്തെ ദിവസം വരുമ്പോ ആ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പുറത്തെ ബലിക്കല്ലിന്റെ സൈഡില് ചുട്ടുപഴുത്ത മണലില്, അന്ന് നടപ്പന്തലില്ല, ഇന്നത്തെ അമ്പലമല്ല, ഗുരുവായൂരപ്പന്റെ ഇന്നത്തെ അമ്പലം ഭട്ടതിരി കണ്ടിട്ടില്ല. അതൊക്കെ 17-ാം നൂറ്റാണ്ടിൽ പുതുക്കിപ്പെടുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന ഇന്നത്തെ ശ്രീകോവിലൊക്കെ. അന്ന് അദ്ദേഹത്തിനെ ഒരു ഓലക്കുട കൊണ്ടുവന്നിട്ട് ആ മണലിൽ വിരിച്ചിരുത്തുക ചെയ്ത്. എന്താ അകത്ത് കയറ്റിയിരുത്താൻ? ഇന്നിപ്പോ നമ്മള് നാലമ്പലം കടന്ന് അകത്ത് കയറണ വശത്താണ് ഭട്ടതിരി എന്ന് എഴുതിയത് പറയും. അവിടെ അല്ല ആദ്യയിരുന്നത്. കാരണം ശരീരം തളർന്നവരാണ്. ഉമിനീരിന് പോലും നിയന്ത്രണമില്ല, വായയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കൊണ്ടുവന്നിരുത്തണത് തനിയൻ. അപ്പൊ അശുദ്ധ ഉള്ളില് കുളിപ്പിച്ചു കൊണ്ടുവന്നിരുത്തിയാലും വശത്തു കൂടെ ഒലിക്കും. അതുകൊണ്ട് അവിടെയാണ് ആദ്യത്തെ 10-12 ദിവസം ഇരുന്നിരിക്കുന്നത്. അവിടെ ഇരുന്ന് എഴുതിയിട്ടാണ് അത് നിയന്ത്രിച്ച് മാറി അകത്തേക്ക് കയറിയിരുന്നത്. എന്നാലും ആ ഒന്നാമത്തെ ദിവസം അവിടെ ഇരിക്കുമ്പോ പാടിയത് എന്താ? സാന്ദ്രാനന്ദാവബോധാത്മകം അനുഭവിതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ശ്ലോക. അത് തിയറിയാ. അദ്ദേഹം പഠിച്ചത് പറഞ്ഞു എന്നേ ഉള്ളൂ. കട്ട പിടിച്ച് കിടക്കണ ആനന്ദം ഇതാ. ഗുരുവായ വായു ഓടുന്ന ഇതിന്റെ ഉള്ളിൽ ബ്രഹ്മതത്വമായിട്ടിരിക്കണു. തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ എന്ന് പറഞ്ഞ സ്ഥലമല്ല ഭട്ടതിരി പറഞ്ഞത്, നമ്മുടെ ഓരോരുത്തരുടെ ശരീരമാണത്. പക്ഷെ അത് അദ്ദേഹത്തിന് അപ്പോഴും വായിച്ചറിവോ പറഞ്ഞറിവോ ആയിരുന്നു, അനുഭവത്തിൽ വന്നിട്ടില്ല. പക്ഷെ ഓരോ ദശകം കടക്കും തോറും അനുഭവമായി മാറി. 99 ദിവസം കഴിഞ്ഞപ്പോ 100ാമത്തെ ദിവസം രാവിലെ അദ്ദേഹം അത് അനുഭവമായിട്ട് അനുഭവിച്ചു. അപ്പോഴാ പറയണത് അഗ്രേ പശ്യാമീന്ന് പറഞ്ഞ അങ്ങോട്ട് തുടങ്ങണത് അങ്ങനെയാണ്. അങ്ങനെ കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ട്, അനുഭവിച്ചു കഴിഞ്ഞിട്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ആ ചോദിച്ച ആ വരം ഉണ്ടല്ലോ, ആ വരത്തി കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഭക്തി നിരന്തരാഭ്യാസമാവണം. യോഗീന്ദ്രാണെന്നുള്ള ശ്ലോകത്തിൽ വരും, നിത്യം ചിത്തസ്ഥിതമ്മേ, എന്നും എന്റെ മനസ്സിൽ ഇരിക്കണേ, പവനപുരപതയെ കൃഷ്ണ കാരുണ്യ സിന്ധോ എന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിന്റെ താപത്തെ നശിപ്പിക്കണേന്ന് പറഞ്ഞ എന്താ വെച്ചാൽ, മായെ പോയി പെടുമ്പോഴാണ് ഈ എരിച്ചിലും ചൂടൊക്കെ ഉണ്ടാവണം. കൃത്വ നിശേഷതാപാൽ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വരേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ മാതിരി സമ്പത്തിന്റെ ലക്ഷ്മിയെ ചോദിച്ചില്ല. പരമാനന്ദ സന്തോഹ ലക്ഷ്മി, എനിക്കത് എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞു.